കർണാടകയിലെ ബിഡദിയിൽ KSRTC സൂപ്പർ ഡീലക്സ് ബസ് മറിഞ്ഞ് കോഴിക്കോട് സ്വദേശികളായ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ദാരുണാന്ത്യം. ഡ്രൈവർ വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടർ തൊണ്ടയാട് സ്വദേശി അരുൺ എന്നിവരാണ് മരിച്ചത്. റോഡരികിലെ ദിശാസൂചിക ബോർഡിന്റെ തൂണിലേക്ക് ഇടിച്ചു കയറിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കർണാടകയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവറുടെ വിശ്രമമില്ലാത്ത ജോലിയും സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടിയുമാണ് അപകടം വരുത്തിവെച്ചതെന്ന ആരോപണം ശക്തമാണ്. ഇന്നലെ രാത്രി കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട KSRTC ഡീലക്സ് ബസ്സാണ് മൈസൂരു ബംഗളൂരു ഹൈവേയിൽ ബിഡദിയിൽ വെച്ച് റോഡരികിലെ ദിശാസൂചിക ബോർഡിന്റെ തൂണിലേക്ക് ഇടിച്ചുകയറി തലകീഴായി മറിഞ്ഞത്. ബസ് ഡ്രൈവറായ വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടറായ തൊണ്ടയാട് സ്വദേശി NM അരുൺ എന്നിവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും മലയാളികളാണെന്നാണ് വിവരം. മരിച്ച മിഥിലേഷ് താൽക്കാലിക ജീവനക്കാരനാണ്. മൈസൂർ സർവീസ് കഴിഞ്ഞ് ഇന്നലെ പുലർച്ചെയാണ് മിഥിലേഷ് തിരിച്ചെത്തിയത്. തുടർന്ന് രാത്രിയിലും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. അമിത ജോലിഭാരമാണ് അപകടത്തിന് കാരണമായതെന്നാണ് ആരോപണം. ഡ്രൈവറുടെ വിശ്രമമില്ലാത്ത ജോലിയും തുടർച്ചയായ സർവീസുകൾ കാരണമുണ്ടായ കടുത്ത ക്ഷീണവുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. 10 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യേണ്ട സർവീസും റൂട്ടുമാണിത്. എന്നാൽ ബസ്സിൽ പകരം ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ ഒഫീഷ്യൽസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതുപോലെ ജില്ലാ ഭരണകൂടത്തിനും അന്വേഷണത്തിന് ബാക്കി സഹായ സഹകരണത്തിനായിട്ട് പോയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് KSRTC ഉദ്യോഗസ്ഥർ കർണാടകയിലേക്ക് പുറപ്പെട്ടു. സ്റ്റേഷൻ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള സംഘമാണ് പുറപ്പെട്ടത്. തുടർ നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്.